ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ നടൻ മോഹൻലാലിനെതിരെയുള്ള വിജിലൻസ് ത്വരിത പരിശോധന ഹൈക്കോടതി റദ്ദാക്കി. ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ട മൂവാറ്റുപുഴ വിജിലൻസ് കോടതി വിധിക്കെതിരെ മോഹൻലാലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അന്നത്തെ വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായ അന്വേഷണവും റദ്ദാക്കിയിട്ടുണ്ട്. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, വിശദാംശങ്ങൾ. മോഹൻലാൽ സമർപ്പിച്ച ഹർജി അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ത്വരിത പരിശോധന റദ്ദാക്കിയിരിക്കുന്നത്. ആനക്കൊമ്പ് കൈവശം വെക്കാൻ സർക്കാർ അനുമതി ഉണ്ടെന്നും കേസ് നിലനിൽക്കില്ലെന്നുമായിരുന്നു മോഹൻലാലിന്റെ ഹർജിയിലെ വാദം. സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിൽ ത്വരിതാന്വേഷണത്തിന് പ്രസക്തിയില്ല, ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മോഹൻലാലിന്റെ കൊച്ചിയിലെ വസതിയിൽ നടന്ന റെയ്ഡിലാണ് ആനക്കൊമ്പ് പിടിച്ചെടുത്തത്. വനം വകുപ്പ് കേസെടുത്തു ആദ്യം. പക്ഷേ പിന്നീട് മോഹൻലാൽ നൽകിയ അപേക്ഷയിൽ ആനക്കൊമ്പ് കൈവശം വെക്കാൻ അനുമതി നൽകുകയായിരുന്നു. ഇതിനു പിന്നിൽ അന്നത്തെ വനം മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയും ഗൂഢാലോചന നടത്തി എന്നാരോപിച്ച് ഒരു ഹർജിയായിരുന്നു വിജിലൻസ് കോടതിയിൽ വന്നത്. അന്ന് വിജിലൻസ് കോടതി അതിനെ തുടർന്നാണ് ത്വരിത പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. ഇപ്പോൾ ഇതിനെതിരെ മോഹൻലാൽ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിക്കുകയുമാണ് ചെയ്തത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരായ ത്വരിത പരിശോധനയും ഇതിനൊപ്പം റദ്ദാക്കിയിട്ടുണ്ട്.